കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി സിനിമാ താരം പ്രകാശ് രാജ്. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കും സമരപന്തലിലെത്തി. സോനം വാങ്ചുക്കിനെ ഇരുവരും സന്ദർശിച്ചു. റഷീദ് ബിൻ മുഹമ്മദ് നൽകും വിവരങ്ങൾ. റഷീദ്, സമരപന്തലിലേക്ക് കൂടുതൽ പിന്തുണയുമായി ആളുകൾ എത്തുകയാണോ? 13ാമത്തെ ദിവസമാണ് സോനം വാങ്ചുക്ക് ഈ സമരവേദിയിൽ തുടരുന്നത്. എല്ലാ കോണുകളിൽ നിന്നും ഇതിനോടകം തന്നെ സോനം വാങ്ചുക്കിനും അതോടൊപ്പം CJPക്കും വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പിന്തുണ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് തോമസ് ഐസക്കും അതോടൊപ്പം തന്നെ സിനിമാ നടൻ കൂടിയായിട്ടുള്ള പ്രകാശ് രാജും ഈ സമരവേദിയിൽ എത്തുകയും ചെയ്തിട്ടുള്ളത്. സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ CJPക്കും അതോടൊപ്പം തന്നെ സോനം വാങ്ചുക്കിനും ഇരുവരും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ പ്രകാശ് രാജ് CJPയുടെ പ്രതിഷേധങ്ങൾക്കൊക്കെ ആഹ്വാനവും അതോടൊപ്പം തന്നെ പിന്തുണയും നൽകുകയും ചെയ്തിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഈ പരീക്ഷാ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യം ഇരുവരും മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഈ പ്രവർത്തനങ്ങളിൽ അതായത് CJPയുടെയും സോനം വാങ്ചുക്കിന്റെയും സമരത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ടാകും എന്നുള്ള കാര്യമാണ് തോമസ് ഐസക് പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ CPMന്റെയും CPIയുടെയും ഒക്കെ തന്നെയും നേതാക്കൾ ഈ സമരവേദിയിലെത്തിയും സോനം വാങ്ചുക്കുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയും അതോടൊപ്പം ബൃന്ദാകാരാട്ട് അടക്കമുള്ള ആളുകൾ ഈ സമരവേദിയിലെത്തുകയും സോനം വാങ്ചുക്കുമായി സംസാരിക്കുകയും ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 13ാമത്തെ ദിവസമാണ് നിരാഹാര സമരം തുടരുന്നത്. അതേസമയം 20ലേറെ ദിവസമായി CJPയുടെ പ്രതിഷേധം ഇവിടെ തുടരുന്നു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ശരി റഷീദ.